അമേരിക്കൻ ഐക്യനാടുകളിലെ കുടിയേറ്റ നയങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന സുപ്രധാനമായ ഒരു കോടതി വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപ്പിലാക്കി വരുന്ന വിവാദപരമായ കുടിയേറ്റ നയങ്ങൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഫെഡറൽ ജഡ്ജി പുറപ്പെടുവിച്ച ഉത്തരവ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. രാജ്യത്തെത്തുന്ന കുടിയേറ്റക്കാരെ അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്ത മൂന്നാം ലോക രാജ്യത്തിലേക്ക് വിമാനമാർഗം നാടുകടത്തുന്ന രീതി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മാസാച്യൂസെറ്റിലെ US ജില്ലാ ജഡ്ജി ബ്രയാൻ ഇ മർഫിയാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ട്രംപ് ഭരണകൂടം വലിയ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ച കുടിയേറ്റ നയത്തിന് കനത്ത തിരിച്ചടിയായി ഈ വിധി മാറുമ്പോഴും ഈ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുന്നതിന് ഭരണകൂടത്തിന് സമയം അനുവദിച്ചുകൊണ്ട് വിധി നടപ്പിലാക്കുന്നത് 15 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കാനും കോടതി സമ്മതിച്ചിട്ടുണ്ട്. ഇതോടെ കുടിയേറ്റ വിഷയത്തിൽ വൈറ്റ് ഹൗസും നീതിന്യായ വ്യവസ്ഥയും തമ്മിലുള്ള പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ നയപ്രകാരം അഭയം തേടിയെത്തുന്നവരെ അവരുടെ മാതൃരാജ്യത്തേക്കല്ല, അവരുമായി യാതൊരു രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ബന്ധവുമില്ലാത്ത മൂന്നാം രാജ്യങ്ങളിലേക്ക് അയക്കുന്ന രീതി അവലംബിച്ച് പറയുന്നുണ്ട്. ഇത് നിയമവാഴ്ചയുടെ ലംഘനമാണെന്ന് കോടതി പ്രഖ്യാപിച്ചു. കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ മൂന്നാം രാജ്യങ്ങളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അവർക്ക് മതിയായ അറിയിപ്പുകൾ നൽകണമെന്നും പ്രസ്തുത നീക്കത്തിനെതിരെ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനും എതിർപ്പ് പ്രകടിപ്പിക്കാനും അവർക്ക് നിയമപരമായ അവസരം ലഭിക്കണമെന്നും ജഡ്ജി ബ്രയാൻ മർഫി തന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കി. നിയമപരമായ നടപടികൾ പാലിക്കാതെ ഒരാളുടെയും സ്വാതന്ത്ര്യമോ ജീവനോ കവർന്നെടുക്കാൻ പാടില്ല എന്ന അമേരിക്കൻ ഭരണഘടനയുടെ മൗലിക തത്വമാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിൽ ജീവനക്കാർ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ജഡ്ജി ഈ ഭാഗ്യം ലഭിച്ചവർക്ക് നിയമം നൽകുന്ന സംരക്ഷണം അഭയാർത്ഥികളായി എത്തുന്നവർക്കും ഒരു നിശ്ചിത അളവ് വരെ ലഭ്യമാകേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ കൂടി കണക്കിലെടുത്താണ് കോടതി ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്. മുൻപ് കോടതിയുടെ വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്ത സമയത്ത് കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഒരു വിമാനം ആഭ്യന്തര യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ദക്ഷിണ സുഡാനിലേക്ക് പോയ സംഭവം കോടതി ചൂണ്ടിക്കാട്ടി. ആ വിമാനത്തിലുണ്ടായവർക്ക് ദക്ഷിണ സുഡാനുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്ന വസ്തുത ഭരണകൂടം കൈക്കൊള്ളുന്ന നയങ്ങളുടെ ക്രൂരത വെളിവാക്കുന്നതാണ്. ജീവൻ പണയപ്പെടുത്തി പലായനം ചെയ്യുന്ന മനുഷ്യരെ ഇത്തരം അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന വികാരമാണ് കോടതി പ്രകടിപ്പിച്ചത്. ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ ഈ നയം വെല്ലുവിളിച്ചുകൊണ്ട് നിരവധി കുടിയേറ്റക്കാരാണ് കോടതിയെ സമീപിച്ചിരുന്നത്. തങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നോ എന്തിനാണ് മാറ്റുന്നതെന്നോ ഉള്ള യാതൊരു വിവരവും നൽകാതെയാണ് ഭരണകൂടം ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതെന്ന് പരാതിക്കാർ ബോധിപ്പിച്ചിരുന്നു. അതേസമയം കുടിയേറ്റ വിഷയത്തിലെ US സുപ്രീം കോടതി നേരത്തെ ഭരണകൂടത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നത് ഈ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കഴിഞ്ഞ ജൂണിൽ സുപ്രീം കോടതിയിലെ യാഥാസ്ഥിതിക ഭൂരിപക്ഷം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കുടിയേറ്റക്കാരെ വേഗത്തിൽ മൂന്നാം രാജ്യങ്ങളിലേക്ക് നാടുകടത്താൻ അധികാരമുണ്ടെന്നും വിധിച്ചിരുന്നു. എന്നാൽ ഈ വിധിയോട് ലിബറൽ ജസ്റ്റിസുമാരായ സോണിയ സൊട്ടോമയോറും കെതാൻജി ബ്രൗൺ ജാക്സണും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ഈ മുൻവിധിയെ മർഫി തന്റെ ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യവും നിയമപരമായ നടപടിക്രമങ്ങളും പാലിക്കപ്പെടുന്നില്ല എന്ന കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ട്രംപ് ഭരണകൂടം തന്നെ മുൻ ഉത്തരവുകൾ ആവർത്തിച്ച് ലംഘിക്കാൻ ശ്രമിക്കുകയോ ചെയ്തതായി ജഡ്ജി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ മാർച്ചിൽ കോടതി പുറപ്പെടുവിച്ച താൽക്കാലിക നിയന്ത്രണ ഉത്തരവുകൾ നിലനിൽക്കെയാണ് 6 പേരെ ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കാതെ എൽ സാൽവഡോറിലേക്കും മെക്സിക്കോയിലേക്കും നാടുകടത്തിയത് ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോടതിയുടെ ഈ കടുത്ത നിലപാടിന് പിന്നാലെ മാർച്ച് 30-ന് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് മൂന്നാം രാജ്യങ്ങളിലേക്കുള്ള നാടുകടത്തലായി പുതിയ നയമാർഗങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ പുതിയ മാർഗനിർദ്ദേശങ്ങളും കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയമാണെന്ന് ഇപ്പോഴത്തെ വിധി വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ ഏതൊരു വ്യക്തിക്കും അത് പൗരനായാലും അല്ലെങ്കിലും കൃത്യമായ നിയമ നടപടിക്രമങ്ങളില്ലാതെ ജീവനോ സ്വാതന്ത്ര്യമോ സ്വത്തോ നിഷേധിക്കപ്പെടരുത് എന്ന ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഇതിന്റെ തത്വം. ഭരണകൂടം അതിന്റെ അധികാരം ഉപയോഗിച്ച് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. 15 ദിവസത്തെ ഈ സ്റ്റേ കാലാവധി അവസാനിക്കുമ്പോൾ ഭരണകൂടം നൽകുന്ന അപ്പീൽ കോടതി എങ്ങനെ പരിഗണിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ആയിരക്കണക്കിന് കുടിയേറ്റക്കാരുടെ ഭാവി. ഈ വിധി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ കർശനമായ കുടിയേറ്റ നിയന്ത്രണങ്ങൾക്ക് കോടതികൾ തടയുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമാകും.